Welcome to my channel, The Wonder World of Reading. Come on, let's read not only books but also the world around us. കമ്പം, മുത്താറി അഥവാ കൂവരക്, കവടപ്പുല്ല്, ചാമ, മണിച്ചോളം, വരക്, തിന എന്നിവയാണ് പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങൾ. ഇന്ന് മണിച്ചോളത്തെപ്പറ്റി പറയാം. ശാസ്ത്രീയ നാമം സോകം ബൈക്കളർ. 2023 ചെറുധാന്യവർഷമായി ആചരിച്ചതിൻ്റെ ഭാഗമായി സ്കൂളിൽ നിന്നാണ് മണിച്ചോളം ആദ്യമായി കണ്ടത്. നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിളയാണ് ജോവർ അഥവാ മണിച്ചോളം. ചെറുമണിച്ചോളം, കുരുവിച്ചോളം എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. കാലിത്തീറ്റയ്ക്ക് വേണ്ടി മാത്രമായിട്ടും മണിച്ചോളം കൃഷി ചെയ്യുന്നു. മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് സ്വാദും പോഷകാംശവും മണിച്ചോളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോലിന് കൂടുതലാണ്. ഇത് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. വിതച്ചു കഴിഞ്ഞ് കൊയ്യുന്ന കാലം വരെ ഏതാണ്ട് 20 മുതൽ 40 സെൻറ്റിമീറ്റർ മഴ ഇതിൻ്റെ കൃഷിക്ക് അനിവാര്യമാണ്. മണ്ണ് ഉഴുത് കട്ടയുടച്ച് അടിവളവും ചേർത്താണ് വിത്ത് വിതയ്ക്കുന്നത്. 4-5 മാസം കൊണ്ട് മൂപ്പെത്തും. കതിർക്കുലകൾ വിളവെടുത്ത് മെതിച്ച് വെയിലിലുണക്കി സൂക്ഷിക്കുന്നു. ഉമി കളഞ്ഞ് അരി പോലെ തന്നെ വേവിച്ച് കഴിക്കാം. പൊടിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാം. ചില ഇനങ്ങൾ മലറുണ്ടാക്കാനും കുഞ്ഞുങ്ങളുടെ ആഹാരങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. മണിച്ചോളം ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതിനാൽ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിലുള്ളവർക്ക് ഗോതമ്പിന് പകരമായി മണിച്ചോളം ഉപയോഗിക്കാവുന്നതാണ്. രക്തചംക്രമണം വർദ്ധിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫൈബറിൻ്റെ അളവിൽ സമ്പുഷ്ടമാണ് ജോവർ. ദഹനത്തിന് സഹായിക്കുന്നു. കൂടാതെ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. മഗ്നീഷ്യം, ഇരുമ്പ്, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ തുടങ്ങിയ പോഷകങ്ങളും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് പല ഹൃദയ രോഗാവസ്ഥകളും ഒഴിവാക്കാനും സഹായിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഉത്തമ ഭക്ഷണമാണ് മണിച്ചോളം. ഇതിലെ ടാനിൻ്റെ സാന്നിധ്യം ശരീരത്തിലെ അന്നജത്തെ ആഗിരണം ചെയ്യുന്ന എൻസൈമുകളുടെ ഉത്പാദനത്തെ തടയുന്നു. ഇത് ശരീരത്തിലെ ഇൻസുലിൻ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. നിലവിൽ 3 നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നുവെങ്കിലും കൂടുതലായും തവിട്ടുകലർന്ന വെള്ള നിറത്തോടെയാണ് കാണപ്പെടുന്നത്. ലോകത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്ന ഈ ചെറുധാന്യം ഏറ്റവും അധികം ഉത്പാദിപ്പിക്കുന്ന 5ാമത്തെ ധാന്യവിളയാണ്. നല്ല ഭക്ഷണശീലം പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഓരോ കുടുംബവും ഇതുപോലുള്ള ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതിനായി ഓരോ വീട്ടുമുറ്റത്തും ചെറുതായെങ്കിലും കൃഷി ചെയ്യാവുന്നതാണ്. ഓരോ വീട്ടുമുറ്റത്തും മണിച്ചോളത്തിൻ്റെ കതിരുകൾ വിരിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.